നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കൊല്ലം കോർപ്പറേഷൻ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. താമരക്കുളം ഡിവിഷനിൽ നിന്നും വിജയിച്ച AK ഹഫീസ് മേയർ സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് RSPയും മുസ്ലിം ലീഗും. സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം കൊല്ലം ജില്ലയിൽ വർദ്ധിക്കുന്നു. ഒരു മാസത്തിനിടയിൽ നിരവധി MDMA കേസുകൾ. ഇരവിപുരത്ത് MDMAയുമായി 2 പേർ പിടിയിൽ. ചാരുമൂട് കരിമുളയ്ക്കലിൽ കരോൾ സംഘങ്ങൾ ഏറ്റുമുട്ടി. നിരവധി പേർക്ക് പരിക്ക്. 2 ക്ലബ്ബുകളുടെ നേതൃത്വത്തിലുള്ള കരോൾ സംഘങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. മണ്ണിലും മനസ്സിലും വിശ്വാസത്തിന്റെ നക്ഷത്ര വെളിച്ചം നിറച്ച് മറ്റൊരു ക്രിസ്മസ് കൂടി. തിരുപ്പിറവിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം കോർപ്പറേഷനിലേക്കുള്ള മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കും. താമരക്കുളം ഡിവിഷനിൽ നിന്നും വിജയിച്ച AK ഹഫീസ് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കന്നിമേലിൽ നിന്നും വിജയിച്ച PJ രാജേന്ദ്രനാണ് LDF മേയർ സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി മേയർ സ്ഥാനം വനിതകൾക്കായതിനാൽ ഘടകകക്ഷികളായ RSPയും മുസ്ലിം ലീഗും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷനിലെ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കും. 25 വർഷത്തെ LDF ഭരണത്തിന് ശേഷം ചരിത്ര വിജയം നേടിയ UDF താമരക്കുളം ഡിവിഷനിൽ നിന്ന് വിജയിച്ച AK ഹഫീസ് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കന്നിമേലിൽ നിന്നും വിജയിച്ച PJ രാജേന്ദ്രനാണ് LDFന്റെ മേയർ സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി മേയർ സ്ഥാനം വനിതകൾക്കായതിനാൽ ഘടകകക്ഷികളായ RSPയും മുസ്ലിം ലീഗും ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. 2 കക്ഷികൾക്കും ഓരോ വനിതാ കൗൺസിലർമാരാണ് നിലവിലുള്ളത്. കോൺഗ്രസിലെ മുതിർന്ന കൗൺസിലറായ ഉദയസുകുമാരനെ ഡെപ്യൂട്ടി മേയറാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. 56 ഡിവിഷനുള്ള കൊല്ലം കോർപ്പറേഷനിൽ UDFന് 27ഉം LDFന് 16ഉം BJPക്ക് 12ഉം SDPക്ക് 1 സീറ്റുമാണുള്ളത്. കൊല്ലം കോർപ്പറേഷൻ രൂപീകൃതമായ ശേഷം 25 വർഷമായി ഭരണം നടത്തിയിരുന്നത് LDF ആണ്. ആദ്യമായാണ് UDF ഭരണപക്ഷത്തെത്തുന്നത്. LDFിലെ പല പ്രമുഖരും പരാജയപ്പെട്ടതും ഈ തെരഞ്ഞെടുപ്പിലായിരുന്നു. കോർപ്പറേഷനിൽ ഒരു നിർണായക ശക്തിയായി BJPയും നിലവിലുണ്ട്. 26 രാവിലെ 10:30 മേയർ തെരഞ്ഞെടുപ്പ് നടക്കും. ഉച്ചയ്ക്ക് 2:30 ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കായംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. 1.21 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചാണ് കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 1.21 കോടി രൂപയാണ് നിർമ്മാണത്തിനായി വിനിയോഗിക്കുക. പ്രതിഭ MLA കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ആ ഓരോ വികസനത്തിൻ്റെ പിന്നിലും അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ട്. അതൊരു പക്ഷേ നിങ്ങളൊക്കെ ഇതുപോലെ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ മാത്രമേ, പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, വരുമ്പോൾ മാത്രമേ നമുക്കത് പിടികിട്ടുകയുള്ളൂ. കാരണം ആൾക്കാർ നോക്കുമ്പോൾ ഇപ്പം ഞാൻ ഈ ബജറ്റിൽ പറഞ്ഞു 10 കോടി അനുവദിച്ചു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഇവിടുത്തെ PTA പ്രസിഡൻ്റൊക്കെ താമസിക്കുന്ന ആ പ്രദേശമാണ് ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായിട്ടുള്ള 2 റോഡുകൾ. കാണുമ്പം നമുക്ക് തന്നെ അതിൽ പോകുമ്പോൾ നാണക്കേട് വരും. പക്ഷെ അതിന് ഫണ്ട് അനുവദിച്ചിട്ട് 1 വർഷമായി. ഓരോ പരിശോധനകൾ, പ്രോസസ്സിങ്ങുകൾ, ഇതെല്ലാം വരും. ഇപ്പം ഞാൻ പറയും, നമ്മുടെ ദേശീയപാതയുടെയൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യണേ നമ്മൾ അറസ്റ്റിലാവും. ദേശീയപാതയിൽ ഞാൻ ചെന്ന് ദേശീയപാത കുത്തിയിരുന്ന എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടു പോകും. ദേശീയപാതയിൽ ഞാൻ ഒരു കുഴിയെടുത്താൽ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടു പോകും. പക്ഷെ ഞാനൊരു വേസ്റ്റ് ഇട്ടാൽ എന്നെ അങ്ങനെ അറസ്റ്റ് ചെയ്യത്തില്ല, അല്ലേ? നഗരസഭാ കൗൺസിലർ പ്രമീള ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ A നസീർ, ഷാമില അനിമോൻ, PTA പ്രസിഡന്റ് അനികർ S, വൈസ് പ്രസിഡന്റ് അനസില്ലിക്കുളത്ത്, MBTA പ്രസിഡന്റ് വിനീത, പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു ജോൺ, പ്രഥമാധ്യാപിക ജെസീന J, R മധു എന്നിവർ പങ്കെടുത്തു. കിലയ്ക്കാണ് നിർമ്മാണ ചുമതല. എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ വേണ്ട നിർദ്ദേശം നൽകിയതായി MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കായംകുളം. സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം കൊല്ലം ജില്ലയിൽ വർദ്ധിക്കുന്നു.
ഒരു മാസത്തിനിടയിൽ നിരവധി MDMA കേസുകളാണ് എക്സൈസും പോലീസും പിടികൂടിയത്. കഴിഞ്ഞ ദിവസവും MDMAയുമായി 2 പേർ ഇരവിപുരം പോലീസിന്റെ പിടിയിലായി. ഇരവിപുരം വാളത്തുങ്ങൽ റെയിൽവേ ഗേറ്റിന് സമീപത്ത് നിന്നുമാണ് ഇരവിപുരം പോലീസ് MDMA പിടികൂടിയത്. റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന ഷാരൂഖ് ഖാൻ, പട്ടത്താനം സ്വദേശി റനീഫ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 7,000 രൂപയും പിടികൂടി. ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് MDMA വിൽപ്പനയ്ക്ക് ഇറങ്ങിയതെന്ന് ഇവർ പറഞ്ഞു. ഒന്നാം പ്രതിയുടെ കയ്യിൽ നിന്ന് 2.21 ഗ്രാം MDMAയും രണ്ടാം പ്രതിയുടെ കയ്യിൽ നിന്ന് 2.03 ഗ്രാം MDMAയും പോലീസ് പിടിച്ചെടുത്തു. ACP ഷെരീഫിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് MDMA പിടികൂടിയത്. ഇരവിപുരം SHO രാജീവ്, SI രഞ്ജിത്ത്, CPO വിഷ്ണു, അനീഷ്, സജിൻ, ഷംനാഥ്, ഷാൻ, അലി എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഇവരെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. കൺസ്യൂമർ ഫെഡിന്റെ ക്രിസ്മസ് പുതുവത്സര വിപണി കൊട്ടാരക്കരയിൽ ആരംഭിച്ചു. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഉത്സവകാലത്തെ വില നിയന്ത്രണത്തിന് പൊതുവിതരണ വകുപ്പും കൺസ്യൂമർ ഫെഡും നിരവധി പദ്ധതികൾ നടപ്പാക്കിയെന്ന് മന്ത്രി പറഞ്ഞു. ഉത്സവകാലത്തെ വില നിയന്ത്രണത്തിന് കൺസ്യൂമർ ഫെഡും പൊതുവിതരണ വകുപ്പും ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കിയെന്ന് മന്ത്രി KN ബാലഗോപാൽ തൃക്കണ്ണമംഗൽ കൊട്ടാരക്കര മുനിസിപ്പൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ കൺസ്യൂമർ ഫെഡിന്റെ ക്രിസ്തുമസ് പുതുവത്സര സഹകരണ വിപണിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ സബ്സിഡികൾ വിപുലീകരിച്ചു. ഭക്ഷ്യ ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങളെക്കാൾ വിലക്കുറവിൽ അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായും മന്ത്രി വ്യക്തമാക്കി. ക്രിസ്മസ് ഫെയറുകളുണ്ട്, കൺസ്യൂമർ ഫെഡും സിവിൽ സപ്ലൈസും ധാരാളമായി ഇത്തരം പൊതുവിതരണ സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ എപ്പോഴും ഏറ്റവും കൂടുതൽ വിലക്കയറ്റം വരുന്നത് ഓണത്തിനും ക്രിസ്മസിനും മറ്റു വിശേഷ ദിവസങ്ങളിലാണ്. ആ ദിവസങ്ങളിലെ വില നിയന്ത്രിച്ചു നിർത്താൻ സർക്കാരിന്റെ സവിശേഷമായ പദ്ധതികളുണ്ട്. 100 കണക്കിന് കോടി രൂപയാണ് സബ്സിഡി ഇനത്തിൽ ഒരു വർഷവും നമ്മുടെ സർക്കാർ ഈ മേഖലയിൽ ചെലവാക്കുന്നത്. ഓണത്തിന് ഉള്ള കൺസ്യൂമർ ഫെഡിന് മാത്രം കൊടുത്തതിന്റെ തുകയാണ് ഇവിടെ അതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടുള്ള ത്യാഗരാജർ. ക്രിസ്മസിനും അതുപോലുള്ള പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് സാധനങ്ങൾ ഉണ്ടാവണം. ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളെക്കാളും മാർക്കറ്റിൽ വില കുറഞ്ഞ് നമുക്ക് സാധനം വിൽക്കാൻ പറ്റുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പറ്റും. ഇടയ്ക്ക് വില കൂടിയപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയേണ്ടതില്ല. 500 രൂപയ്ക്ക് മേളിലേക്ക് വെളിച്ചെണ്ണ പോയ സമയത്തും നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം ഇടപെട്ടതോടുകൂടിയാണ് വെളിച്ചെണ്ണയുടെ വില കുറഞ്ഞത്. കൊട്ടാരക്കര മുനിസിപ്പൽ കൗൺസിലർ ലീന ഉമ്മൻ അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന മന്ത്രി നിർവഹിച്ചു. കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ വിപണിയിലും 26 ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലുമാണ് ക്രിസ്മസ് പുതുവത്സര വിപണനം. നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടെ പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിൽ ലഭിക്കും. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ഓഫറിൽ ലഭ്യമാകും. PK ജോൺസൺ, C മുകേഷ്, G ത്യാഗരാജൻ, B രാമകൃഷ്ണപിള്ള, അജി മാത്യു, I ലൈലാമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കരോൾ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. ചാരുമൂട് കരിമുള്ളയ്ക്കലാണ് സംഭവം. നിരവധി പേർക്ക് പരിക്കേറ്റു. 2 ക്ലബ്ബുകളുടെ നേതൃത്വത്തിലുള്ള കരോൾ സംഘങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. നൂറിനാട് കരിമുളയ്ക്കലാണ് ക്രിസ്മസ് കരോൾ സംഘങ്ങൾ ഏറ്റുമുട്ടിയത്. സംഘർഷത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി 11:30-നാണ് സംഭവമുണ്ടായത്. യുവ ലിബർട്ടി ക്ലബ്ബുകളുടെ നേതൃത്വത്തിലുള്ള കരോൾ സംഘങ്ങൾ തമ്മിലാണ് അടിപിടിയുണ്ടായത്. യുവ ക്ലബ്ബിൽ നിന്ന് പിരിഞ്ഞ DYFI പ്രവർത്തകർ രൂപീകരിച്ച ക്ലബ്ബാണ് ലിബർട്ടി ക്ലബ്ബ്. കുട്ടികൾ ഉൾപ്പെടെ 10ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. വാഹനമോഷ്ടാക്കളെ പിടികൂടി. പരവൂർ ഭൂതക്കുളത്ത് കടയുടെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനമാണ് മോഷ്ടിക്കാൻ ശ്രമിച്ചത്. ഇടവ കാപ്പിൽ സ്വദേശികളാണ് പിടിയിലായത്. പരവൂർ ഭൂതക്കുളത്ത് കടയുടെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനം മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിലാണ് ഇടവ കാപ്പിൽ സ്വദേശി സായി കൃഷ്ണൻ, കാപ്പിൽ പാർത്ഥൻ എന്നിവർ പിടിയിലായത്. കടയ്ക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനം മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ഇത് തടഞ്ഞ കടയുടമയെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പൂതക്കുളം പഞ്ചായത്ത് ഓഫീസിന് സമീപം കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനത്തിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനമാണ് ഇവർ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. കടയുടമയുടേത് തന്നെയായിരുന്നു വാഹനം. കടയ്ക്ക് മുന്നിൽ തന്നെ പാർക്ക് ചെയ്തിരുന്നതിൽ താക്കോൽ വാഹനത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ബൈക്ക് സ്റ്റാർട്ടാക്കിയ ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങിയ ഉടമ മോഷ്ടാവിന് പിന്നാലെ ഓടി പിടികൂടിയെങ്കിലും
പാർത്ഥൻ കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ഉടമയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഓടി രക്ഷപ്പെട്ടു. രണ്ടാം പ്രതി സായി കൃഷ്ണനും രക്ഷപ്പെട്ടു. CCTV ക്യാമറകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പെട്രോൾ പമ്പിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്നും വാഹനം തിരിച്ചറിയുകയായിരുന്നു. തുടർന്ന് കാപ്പിൽ സ്വദേശിയുടേതാണെന്ന് കണ്ടെത്തി. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മണ്ണിലും മനസ്സിലും വിശ്വാസത്തിന്റെ നക്ഷത്ര വെളിച്ചം നിറച്ച് മറ്റൊരു ക്രിസ്മസ് കൂടി. തിരുപ്പിറവിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമായ ക്രിസ്മസിനെ വരവേറ്റിരിക്കുകയാണ് നാടും നഗരവും. മണ്ണിലും മനസ്സിലും വിശ്വാസത്തിന്റെ നക്ഷത്ര വെളിച്ചം നിറച്ചാണ് ക്രിസ്മസ് കടന്നു വന്നത്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമായ ക്രിസ്മസിനെ വരവേൽക്കുകയാണ് നാടും നഗരവും. വീട്ടുമുറ്റത്ത് പുൽക്കൂടൊരുക്കിയും വർണ്ണവിളക്കുകൾ തെളിച്ചും ക്രിസ്മസ് ട്രീയും നക്ഷത്രങ്ങളുമൊക്കെയായി ക്രിസ്മസ് ആഘോഷങ്ങൾ ദിവസങ്ങൾക്ക് മുന്നേ ആരംഭിച്ചിരുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷം കൂടിയാണ് ക്രിസ്മസ്. സമ്മാനങ്ങൾ നൽകിയും കേക്ക് മുറിച്ചും കരോൾ സംഗീതത്തിന്റെ അകമ്പടിയുമായി സാന്താക്ലോസ് എത്തുന്നതുമെല്ലാം ക്രിസ്മസ് ദിവസത്തിന്റെ മാറ്റുകൂട്ടുന്നു. ആശംസാ സന്ദേശങ്ങൾ അടങ്ങിയ കാർഡുകളും കൈമാറി. ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ്. ഹൃദയങ്ങൾ തമ്മിലുള്ള പാലങ്ങളായി മാറുകയാണ് ഓരോ ക്രിസ്മസും. ക്രിസ്മസിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ചവറ കോവിൽത്തോട്ടം സെന്റ് ആൻഡ്രൂസ് ചർച്ചിൽ തിരുപ്പിറവി പാതിരാ കുർബാനയ്ക്ക് കൊല്ലം രൂപത മതബോധന കേന്ദ്രം ഡയറക്ടർ ഫാദർ ലിൻസ്റ്റൺ ആറാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആഗമനകാലത്തിലെ ദിവസങ്ങളിലെല്ലാം ഈശോയുടെ വരവിന് വേണ്ടി പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിച്ചിരുന്നവയായിരുന്നു. ഒരുക്കത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നാലാഴ്ചകൾ പിന്നിടുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ ജനനം സാഘോഷം കൊണ്ടാടുന്നു. ഈ നാലാഴ്ചകൾ വിശ്വാസത്തിലൂടെയും സമാധാനത്തിലൂടെയും പ്രത്യാശയിലൂടെയും സന്തോഷത്തിലൂടെയും നമ്മൾ കടന്നു പോവുകയായിരുന്നു. ഇന്ന് അഞ്ചാമത്തെ തിരിയായ വെള്ളത്തിരി കത്തിക്കുമ്പോൾ ക്രിസ്തുനാഥൻ നമുക്കായി രക്ഷകനായി കടന്നു വന്നു, നമ്മുടെ ജീവിതത്തിലെ സർവസ്വമായി നിലനിൽക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇടവക വികാരി ഫാദർ ജോസഫ് ഡാനിയൽ, ഫാദർ ബാബു സ്റ്റീഫൻ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ദിവ്യബലിക്കു ശേഷം ഉണ്ണീശോയുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നടത്തി. ക്രിസ്മസ് കരോളും കേക്ക് വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം ജില്ലയിൽ SIRന്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി ജില്ലാ കളക്ടർ. കരട് പട്ടികയിൽ 19,83,885 വോട്ടർമാരാണുള്ളത്. ജനുവരി 22 വരെ കരട് പട്ടിക സംബന്ധിച്ച സംശയങ്ങളും പരാതികളും പൊതുജനങ്ങൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും സമർപ്പിക്കാം. SIRുമായി ബന്ധപ്പെട്ട കൊല്ലം ജില്ലയിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കരട് പട്ടികയിൽ 19,83,885 വോട്ടർമാരാണുള്ളത്. ഇതിൽ 9,46,604 പുരുഷന്മാരും 10,37,263 സ്ത്രീകളും 18 ട്രാൻസ്ജെൻഡർമാരുമാണ് ഉള്ളത്. 1,60,642 വോട്ടർമാരാണ് വിവിധ കാരണങ്ങളാൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായത്. ജനുവരി 22 വരെ കരട് പട്ടിക സംബന്ധിച്ച സംശയങ്ങളും പരാതികളും പൊതുജനങ്ങൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും സമർപ്പിക്കാം. പട്ടിക നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കും കൈമാറും. 2002 തയ്യാറാക്കിയ അവസാന SIR പട്ടിക പ്രകാരം കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത വോട്ടർമാർക്ക് നോട്ടീസ് നൽകി ഹിയറിംഗ് നടത്താൻ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരെ ചുമതലപ്പെടുത്തി. ഫെബ്രുവരി 14 മുമ്പായി പരാതികളിലും ഹിയറിംഗിലൂടെ ലഭ്യമായ അപേക്ഷകളിലും തീരുമാനമെടുക്കണം. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 26 പ്രസിദ്ധീകരിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ലോകത്തെ നടുക്കിയ സുനാമി ദുരന്തത്തിന് 21 വയസ്സ്. കേരള തീരത്തെ തകർത്തെറിഞ്ഞ സുനാമിയിൽ ആലപ്പാടിന് മാത്രം നഷ്ടമായത് 142 ജീവനുകളാണ്. ആലപ്പാടിനായി 122 കോടിയുടെ പദ്ധതി നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ട് 5 വർഷങ്ങളായി. ഇത് ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്നു. പ്രഖ്യാപനങ്ങൾ പലതും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങിയപ്പോൾ തീരദേശ ജനതയ്ക്ക് ബാക്കിയായത് ഓർമ്മകൾ മാത്രം. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്നതിനും അപ്പുറം വെച്ച് വെള്ളിത്തിരയിൽ കാണുന്നത് പോലെ ഒരു അവസ്ഥ, അതെന്തുവാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അടുത്ത് വന്നപ്പോഴാണ് തിരമാലയാണ് പൊങ്ങി വരുന്നത്. ഓടിക്കോ എന്ന് പറഞ്ഞ് കിഴക്കോട്ട് ഓടുമ്പോൾ 2004 ഡിസംബർ 26 ആലപ്പാടിനെ ഒന്നുമല്ലാതാക്കി സുനാമി താണ്ഡവമാടിയ ദിവസം. ഇന്നും ആ ഓർമ്മകളിൽ നിന്ന് നാട് മോചിതമായിട്ടില്ല. ഇന്തോനേഷ്യയിലെ സുമാത്ര കടലിൽ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ തിരമാലകളാണ് ആലപ്പാട് തീരത്തെയും കവർന്നെടുത്തത്. അഴീക്കൽ, സ്രായിക്കാട്, പറയകടവ് ഭാഗങ്ങളിലാണ് നാശനഷ്ടങ്ങൾ ഏറെ ഉണ്ടായത്. അഴീക്കൽ ജയന്തി കോളനിയെ തിരമാലകൾ ഇല്ലാതാക്കി.
സ്ത്രീകളും കുട്ടികളുമാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും. ആഞ്ഞടിച്ച തിരമാലകൾക്കൊപ്പം എത്തിയ ചെളിക്കും മണ്ണിനും അടിയിൽപ്പെട്ടും തകർന്ന വീടുകൾക്കടിയിൽപ്പെട്ടുമാണ് പലർക്കും ജീവൻ നഷ്ടമായത്. ആയിരക്കണക്കിന് വീടുകളും കടകളും തിരമാലകൾ ഇല്ലാതാക്കി. 26 രാവിലെ 11 മണിക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ കണ്ടത്, വെള്ളം തേച്ച് വരുന്നത് പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ വെള്ളം കയറിയപ്പോഴത്തേക്ക് ടി വിയുടെ മുമ്പിൽ വന്ന് കാര്യങ്ങൾ നോക്കുമ്പോൾ ചെന്നൈയിൽ മറീന ബീച്ചിൽ ഇതുപോലെ വെള്ളം കയറി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന്, ഒരുപാട് ആളുകൾ ഒഴുകിപ്പോയെന്ന് ഉള്ള കാര്യങ്ങൾ കേട്ടു. അപ്പോൾ കാര്യങ്ങൾ വീട്ടിൽ പെണ്ണുങ്ങളും ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഇവിടെ വരുമോ? ഞാൻ പറഞ്ഞു അത് അറിഞ്ഞുകൂടാ. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീട് ഇതിൻ്റെ ഈ കാണുന്ന വീടിൻ്റെ തൊട്ട് കിഴക്കത്താണ്. അതിലേ കൂടി വെള്ളം എൻ്റെ കാലിൻ്റെ മുട്ട് വരെയുള്ള പൊക്കത്തിൽ വെള്ളം കയറി ഒഴുകുന്ന ഒരു പ്രതീതി ഉണ്ടായി. അപ്പോൾ ഒരു പരിഭ്രാന്തിയായി ആളുകൾ ഈ നിലവാരത്തിൽ പടിഞ്ഞാറോട്ട് വന്നു. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്നതിനും അപ്പുറം വെച്ച് വെള്ളിത്തിരയിൽ കാണുന്നത് പോലെ ഒരു അവസ്ഥ, അത് എന്തുവാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അടുത്ത് വന്നപ്പോഴാണ് തിരമാലയാണ് ഒഴുകി പൊങ്ങി വരുന്നത്. ഓടിക്കോ എന്ന് പറഞ്ഞ് കിഴക്കോട്ട് ഓടുമ്പോൾ ബാക്കിലെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഓടിപ്പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ ഓട്ടത്തിൻ്റെ വേദനയല്ല, അതിൻ്റെ തൊട്ട് പിന്നിൽ വെള്ളം ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിലൂടെ വെള്ളം മുന്നോട്ട് കിഴക്കോട്ട് വരുന്നതാണ് കാണുന്നത്. ആ കൂട്ടത്തിൽ ഞാനും ഒഴുകിപ്പോയി. വർഷങ്ങളേറെ പിന്നിട്ടിട്ടും ദുരന്തം വിതച്ച വേദനകളിൽ നിന്നും പല കുടുംബാംഗങ്ങളും കരകയറിയിട്ടില്ല. സുനാമി ദുരന്തത്തിൽ 142 പേരുടെ ജീവനാണ് നഷ്ടമായത്. 3500 കുടുംബങ്ങൾ ഭവനരഹിതരായി. അഴീക്ക 4-ാം വാർഡിൽ തന്നെ, അതായത് ഈ പ്രദേശത്താണ് സുനാമി ഏറ്റവും കൂടുതൽ സംഹാര താണ്ഡവമാണ്. അഴീക്ക 4-ാം വാർഡിൽ തന്നെ 90 ജനങ്ങളാണ് ഞങ്ങളുടെ സഹോദരൻ, അമ്മമാരായാലും കുട്ടികളായാലും അപ്പൂപ്പന്മാരായാലും എല്ലാവരും ഉൾപ്പെടെ 90 ജനങ്ങളാണ് ഇവിടെ മരണപ്പെട്ടത്. ആ നിമിഷം എന്ന് പറയുന്നത്, ഞാൻ സുനാമിയിൽ അകപ്പെട്ട ഒരു വ്യക്തിമാണ്. അത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദുരന്തമാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. ആലപ്പാട് പഞ്ചായത്തിൽ 142 പേര് മരണപ്പെട്ടതിൽ ഈ അഴീക്കൽ പ്രദേശത്താണ് 4-ാം വാർഡിൽ 90 പേര് ഞങ്ങളുടെ സഹോദരങ്ങൾ. സകലതും നഷ്ടപ്പെട്ട പകച്ചുപോയ ജനതയെ പുനരധിവസിപ്പിക്കുന്നതിനും തീരം പുനർനിർമ്മിക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സന്നദ്ധ സംഘടനകളും കൈകോർത്തു. 1500 കോടിയിലധികം രൂപ ചെലവഴിച്ച സർക്കാരുകളും 500 കോടി രൂപ വിനിയോഗിച്ച് വിദേശ സ്വദേശ സന്നദ്ധ സംഘടനകളും പുനരധിവാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. തീരത്തുനിന്ന് കായലിന് കിഴക്കോ ഭാഗത്തേക്ക് എല്ലാവിധ സൗകര്യവുമുള്ള ടൗൺഷിപ്പുകൾ നിർമ്മിക്കുമെന്നായിരുന്നു തുടക്കത്തിൽ സർക്കാർ വാഗ്ദാനം ചെയ്തത്. എന്നാൽ ടൗൺഷിപ്പുകൾക്ക് പകരം വിവിധ സ്ഥലങ്ങളിൽ നഗരങ്ങൾ നിർമ്മിച്ചാണ് തീരജനതയെ മാറ്റിപ്പാർപ്പിച്ചത്. വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പരിശോധനയും നടന്നില്ല. 5 വർഷം കഴിഞ്ഞതോടെ വീടുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. അസൗകര്യങ്ങളുടെ നടുവിൽ കഴിയുന്നവർ 10 വർഷത്തിലേറെയായി നഗരങ്ങളുടെ നവീകരണത്തിനായി മുറവിളി കൂട്ടുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 22 കോടിയുടെ നവീകരണ പാക്കേജ് പ്രഖ്യാപിച്ചെങ്കിലും നടപ്പാക്കാനായില്ല. തുടർന്ന് വന്ന LDF സർക്കാർ നിയമസഭാ സമിതിയെ നിയോഗിച്ചും അല്ലാതെയും പഠനം നടത്തിയെങ്കിലും നടപടികൾ എങ്ങുമെത്തിയില്ല. തീരസംരക്ഷണത്തിന് ആദ്യ പരിഗണന നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതും വേണ്ട വിധത്തിൽ നടപ്പായില്ല. കടലേറ്റത്തിൽ ഭൂമി നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ആലപ്പാട് തീരത്തിനായി 122 കോടിയുടെ പദ്ധതി നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ട് 5 വർഷമായിട്ടും ചുവപ്പ് നാടിയിൽ കുരുങ്ങിക്കിടക്കുന്നു. മത്സ്യവിപണനം ലക്ഷ്യമിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സ്രായിക്കാട്ട് നിർമ്മിച്ച കെട്ടിടങ്ങളും തകർച്ചയുടെ വക്കിലാണ്. പ്രഖ്യാപനങ്ങൾ പലതും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുമ്പോൾ ഇന്നും തീരദേശ ജനതയ്ക്ക് ബാക്കിയാകുന്നത് അവരുടെ നനവുള്ള കണ്ണുകളിലെ ഓർമ്മകൾ മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പറക്കുളം മുതൽ മൈലക്കാട് വരെ ദേശീയപാതയുടെ വൻമതിൽ മാറ്റി തൂണിൽ തീർത്ത ഹൈവേ നിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി കൊട്ടിയം പറക്കുളത്ത് നടത്തുന്ന നിരാഹാര സമരം തുടരുന്നു. ജനകീയ ലൈബ്രറി വൈസ് പ്രസിഡന്റ് ഷാജി ഇല്ലിയാസ് ആണ് ക്രിസ്മസ് ദിനത്തിൽ നിരാഹാര സമരം അനുഷ്ഠിച്ചത്. കൊട്ടിയത്ത് പറക്കുളം മുതൽ മൈലക്കാട് വരെ ദേശീയപാതയുടെ വൻമതിൽ മാറ്റി
തൂണിൽ തീർത്ത ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി പറക്കുളത്ത് നടത്തുന്ന നിരാഹാര സമരം തുടരുന്നു. ക്രിസ്മസ് ദിനത്തിൽ ജനകീയ ലൈബ്രറി വൈസ് പ്രസിഡന്റ് ഷാജി ഇല്യാസാണ് നിരാഹാര സമരം അനുഷ്ഠിച്ചത്. ഓരോ ദിവസവും ഓരോരുത്തരാണ് നിരാഹാര സമരം നടത്തുന്നത്. ജനങ്ങളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വൻമതിൽ, അതിലൂടെ യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ തന്നെ തടസ്സമാണ്, അല്ലെങ്കിൽ ഭയപ്പാടോടുകൂടിയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. വണ്ടി ഓടാത്തൊരവസ്ഥയിലാണ് മൈലക്കാട് മതിൽ, ഈ വൻമതിൽ ഇടിഞ്ഞു വീണത്. അപ്പൊ നാളെ വണ്ടി ഓടുമ്പോൾ, പ്രത്യേകിച്ചും വിഴിഞ്ഞം പോർട്ടിൽ നിന്നുള്ള കണ്ടെയ്നറുകളൊക്കെ ഇങ്ങനെ ഓടിത്തുടങ്ങുമ്പോൾ ഈ റോഡിന്റെ അവസ്ഥ എന്താവും എന്ന് ഏതൊരു പൊടി കുഞ്ഞിനോട് ചോദിച്ചാലും, വലിയ ടെക്നോളജിയും വലിയ സിവിൽ എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കണമെന്നില്ല, ഏതൊരു കുഞ്ഞിനും അറിയാം മണ്ണിടിഞ്ഞ് താരുന്നൊരവസ്ഥ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ പറയപ്പെടുന്ന പ്രദേശങ്ങളിലുള്ള ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിൽ കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ മൈലക്കാട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അത് മനസ്സിലാക്കുകയും അത് സൂക്ഷ്മമായ രീതിയിൽ ഇത് പഠനം നടത്തുകയും ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള ബലമുള്ള കോൺക്രീറ്റ് പില്ലറുകളിൽ ഈ റോഡുകൾ പണിയണമെന്നാണ്. ഡിസംബർ 22 ആരംഭിച്ച സമരം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരിഹാരം ഉണ്ടാകുന്നതുവരെ തുടരുമെന്ന് സമരസമിതി പറഞ്ഞു. മൈലക്കാട് റോഡ് ഇടിഞ്ഞു താഴ്ന്നതുപോലെ പറക്കുളത്തും സംഭവിക്കുമെന്ന ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നു. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ സമരപ്പന്തലിലെത്തി നിരാഹാരം കിടക്കുന്നവർക്ക് ഷാൾ അണിയിച്ച് അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം കോർപ്പറേഷൻ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. താമരക്കുളം ഡിവിഷനിൽ നിന്നും വിജയിച്ച AK ഹഫീസ് മേയർ സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് RSPയും മുസ്ലിം ലീഗും. സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം കൊല്ലം ജില്ലയിൽ വർദ്ധിക്കുന്നു. ഒരു മാസത്തിനിടയിൽ നിരവധി MDMA കേസുകൾ. ഇരവിപുരത്ത് MDMAയുമായി 2 പേർ പിടിയിൽ. ചാരുമൂട് കരിമുളയ്ക്കലിൽ കരോൾ സംഘങ്ങൾ ഏറ്റുമുട്ടി. നിരവധി പേർക്ക് പരിക്ക്. 2 ക്ലബ്ബുകളുടെ നേതൃത്വത്തിലുള്ള കരോൾ സംഘങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. മണ്ണിലും മനസ്സിലും വിശ്വാസത്തിന്റെ നക്ഷത്ര വെളിച്ചം നിറച്ച് മറ്റൊരു ക്രിസ്മസ് കൂടി. തിരുപ്പിറവിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.